Next is IoT protocols. We have already discussed that protocol is a certain set of rules, rules for a particular operations. IoT protocols helps to establish communication between IoT devices and server-based system in the internet or cloud-based server over the internet. IoT പ്രോട്ടോകോൾ ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ആ ഒരു റൂളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈസസും സെർവർ ക്ലൗഡ് സെർവർ ക്ലൗഡ് ബേസ്ഡ് സെർവറും ഡിവൈസസും തമ്മിൽ ഇന്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൂൾസിനെയാണ് ആക്ച്വലി ഇവിടെ നമ്മൾ IoT പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. It helps to send commands to IoT device and receive data from IoT device over the internet. ഇന്റർനെറ്റിനകത്ത് നിന്ന് ഡിവൈസസിന് ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാനും അതേപോലെ ഡാറ്റ കമാൻഡ്സ് സെൻഡ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഏത് ഈ ഒരു റൂൾസ്. അപ്പം ഒരു ഡിവൈസ് എങ്ങനെയാണ് ഇന്റർനെറ്റിനകത്തേക്ക് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അവിടുന്ന് ഡാറ്റ കമാൻഡ് സെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇന്റർനെറ്റിനകത്ത് നിന്ന് ഡാറ്റ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള റൂൾസ്, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള റൂൾസിനെയാണ് നമ്മൾ IoT പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സെൻസർ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, തിങ്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. തിങ്സ് മുതൽ സെൻസർ മുതൽ ഗേറ്റ് വേ മുതൽ പ്രോട്ടോകോൾസ് മുതൽ ദെൻ ക്ലൗഡ് വരെ എത്തുന്ന കേസ് തിരിച്ച് അതേപോലെ തന്നെ ക്ലൗഡ്, ഗേറ്റ് വേ, ഡിവൈസ്, സെൻസേഴ്സ്, തിങ്സ്, ഇത്രയും സാധനങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് റൂൾസിനെയാണ് ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത് IoT പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. So entire protocols can be classified into 4 layers, and these layers are link layer protocol, network layer protocol, transport layer protocol, application layer protocol. First one, link layer, network layer, transport layer, and application layer. ഈ ഓരോന്നിന്റെ ഫങ്ഷൻസ് എന്താന്ന് നോക്കാം. അതിനു മുമ്പേ ഒരു ബ്ലോക്ക് ഡയഗ്രം കാണാം നിങ്ങൾക്ക് കണ്ടിട്ടില്ല. ഇവിടെ ഓരോന്നിനും ഡിവൈസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ലിങ്ക് ലെയർ, സെക്കൻഡ് വൺ നെറ്റ്വർക്ക് ലെയർ, തേർഡ് വൺ ട്രാൻസ്പോർട്ട് ലെയർ, ആൻഡ് ഫൈനലി ഫിഫ്ത്ത് വൺ ഈസ് ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ ഓരോ ലെയറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്യും. ഏത് ഡിവൈസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ലിങ്ക് ലെയറിനകത്താണെങ്കിൽ 802.3 ഈതർനെറ്റ് യൂസ് ചെയ്യാം, 802.16 വൈമാക്സ് യൂസ് ചെയ്യാം, 802.11 വൈഫൈ യൂസ് ചെയ്യാം, 802.15.4 എല്ലാ WPAN യൂസ് ചെയ്യാം, പിന്നെ 2G 3G ഒക്കെ യൂസ് ചെയ്യാം സെല്ലുലാർ ഫോൺ ആണെന്നുണ്ടെങ്കിൽ. ഇതുപോലെ ലിങ്ക് ലെയറിനകത്ത് ഓരോ ലെയറിനകത്ത് ഇനി ഓരോ ലെയറിന്റെ പ്രോട്ടോകോളിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. So next one is first layer is link layer. Link layer protocol determines how data is physically sent over the network, physical layer or medium. ഒരു ഡിവൈസ് ഈ പ്രോട്ടോകോൾ ആണ് ആക്ച്വലി എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഡാറ്റ ഫിസിക്കലി എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിനകത്തേക്ക് സെൻഡ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഫിസിക്കൽ നെറ്റ്വർക്കിനകത്തേക്ക് സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ മീഡിയത്തിനകത്തേക്ക് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. That means link layer protocol determines how data is physically sent over the network's physical layer or medium. ആ നെറ്റ്വർക്ക് മീഡിയത്തിനകത്തേക്ക് ഒരു ഫിസിക്കൽ ഡാറ്റ എങ്ങനെ സെൻഡ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത് ലിങ്ക് ലെയർ പ്രോട്ടോകോൾ ആയിരിക്കും. ഒരു കേബിളിനകത്തേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുക, അപ്പം ഫിസിക്കൽ ഡാറ്റ എങ്ങനെ സെൻഡ് ചെയ്യുന്നത്. This layer determines how the packets are coded and signed by the hardware device over the medium to which host is attached. ഒരു ഹോസ്റ്റ് മെഷീനും ഡെസ്റ്റിനേഷൻ മെഷീനും. ഇപ്പോൾ ഹോസ്റ്റ് മെഷീൻ ആണ് എൻ്റെ അടുത്തായിരിക്കും എന്തുണ്ടാവുക, കേബിൾ ഉണ്ടായിരിക്കുക, കേബിളോ അല്ലെങ്കിൽ മീഡിയമോ ഉണ്ടായിരിക്കുക. ആ മീഡിയത്തിലൂടെ പോയിട്ട് എങ്ങോട്ടേക്ക് പോകും, ഡെസ്റ്റിനേഷനകത്തേക്ക് പോകും. സോ ഒരു ഹോസ്റ്റ് മെഷീൻ അതിൻ്റെ പാക്കറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ഡാറ്റയാണ്. ഡിജിറ്റൽ ഡാറ്റ നമ്മൾ ഒരു വലിയ ഡാറ്റ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ
പാക്കറ്റ്സ് ആക്കി മാറ്റും. ഓരോ പാക്കറ്റ്സിനകത്തും എൻ്റെ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് എഴുതിയിട്ടുണ്ടാകും. അതിനകത്ത് ഡാറ്റ ഉണ്ടാവും, ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഈ ഇൻഫർമേഷൻ ആക്ച്വലി എന്തായിരിക്കും, ഇത് എവിടെ റിസീവ് ചെയ്യണം, എങ്ങനെ റിസീവ് ചെയ്യണം, ആര് സെൻഡ് ചെയ്താന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. ഡാറ്റ ആക്ച്വലി അതിൻ്റെ കണ്ടന്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഇൻഫർമേഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഡെസ്റ്റിനേഷൻ ലെയറിലേക്ക് ഇത് എങ്ങനെ എത്തണം എന്ന് തീരുമാനിക്കുന്ന ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഹോസ്റ്റ് മെഷീൻ സെൻഡ് ചെയ്യുന്ന ഫിസിക്കൽ ഡാറ്റ എങ്ങനെയായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ലിങ്ക് ലെയർ ആയിരിക്കും. മനസ്സിലായോ? അപ്പം ലിങ്ക് ലെയർ പ്രോട്ടോകോൾ നോർമലി യൂസ് ചെയ്യുന്ന ഏതൊക്കെ ലിങ്ക് ലെയർ പ്രോട്ടോകോൾ അവൈലബിൾ ആണെന്ന് നോക്കാം. അപ്പം 802.3 ഈതർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IEEE സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലെങ്കിൽ IEEE പ്രോട്ടോകോൾ ഉണ്ട്. Ethernet is a set of technologies and protocols that are used primarily in LANs. LANസിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ആക്ച്വലി എന്ത് 802.3 ഈതർനെറ്റ് എന്ന് പറഞ്ഞു. 1980s സ്റ്റാൻഡേർഡൈസ് ചെയ്ത IEEEയുടെ ഒരു സ്റ്റാൻഡേർഡാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. And defines the physical layer and medium access control sub-layer of data link layer for wired Ethernet. Wired Ethernet ന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് ആക്ച്വലി ഇത് 802.3. നമ്മളെ ലാബിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഈതർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഈതർനെറ്റിനകത്തൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലിങ്ക് ലെയർ, ഏറ്റവും അവസാനം ഫിസിക്കൽ ലെയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 802.3 എന്ന് പറഞ്ഞ പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ്. സിഗ്നൽസ് എത്ര ഇതുണ്ടായിരിക്കണം, എത്ര വോൾട്ടേജ് ആയിരിക്കും, ലെവൽ എന്തായിരിക്കണം, ഓരോ ബിറ്റ്സിനും എത്ര റേറ്റ് ആയിരിക്കണം, എത്ര ബിറ്റ്സ് നമുക്കൊരു പാക്കറ്റിനകത്ത് ഉണ്ടാകും എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന സാധനങ്ങൾ. പാക്കറ്റിന് അല്ല, എന്തൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് 803. ഇത് വയേർഡ് ഈതർനെറ്റിനാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ 802.11 Wi-Fi. IEEE 802.1 is a part of IEEE 802 set of LAN protocol. ഇത് നേരത്തെ നമ്മൾ പഠിച്ച 802.3ന്റെ പ്രോട്ടോകോളിന്റെ ഭാഗമാണ് ആക്ച്വലി ഇത്, ലാൻ പ്രോട്ടോകോളിന്റെ ഭാഗമാണ് ഇത്. പക്ഷെ നമ്മൾ വൈഫൈക്ക് വേണ്ടിയാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഏത് ഫ്രീക്വൻസിയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൂടെ പറയുന്നുണ്ട്. 2.4 GHz, 5 GHz, 60 GHz ബാൻഡ്സിലൊക്കെയാണ് ഈ സാധനം സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ വയറല്ല യൂസ് ചെയ്യുന്നത്, വയർഡ് അല്ല, നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് വയർലെസ് ആണ്. ഓക്കെ, next is 802.16 WiMAX standard. WiMAX technology is standard for wireless metropolitan area network. Metropolitan area മറ്റേ ലാൻഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മാനിനകത്താണ് യൂസ് ചെയ്യുന്നത്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്സിനകത്താണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് വയർലെസ് മെട്രോപൊളിറ്റൻ നെറ്റ്വർക്കിനകത്താണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യം വയർലെസ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഇതിനകത്താണ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ആക്ച്വലി 802.16 WiMAX എന്ന് പറയുന്നത്. 802.15.4 LRWPAN, a collection of standard for low rate wireless personal area network. വയർലെസ് ആണ് ഇവിടെയും ഓർമ്മിച്ചിരിക്കണം, വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. IEEE 802.15 standard defines the MAC and physical layer used by but now limited to networking, specifying specifications such as ZigBee. ഇത് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി IEEEയുടെ സ്റ്റാൻഡേർഡ് തന്നെയാണ് 802.15.4 എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. The last one, 2G, 3G, 4G mobile communication. These are different types of telecommunication standards. IoT devices are based on these standards can communicate over cellular networks. IoT device നമ്മൾ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2G, 3G, 4G ഒക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? നമ്മളെ കമ്പ്യൂട്ടറാണ്, ലാനാണ്, ഈതർനെറ്റ് ആണൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വൈഫൈ ആണെന്നുണ്ടെങ്കിൽ ഓരോ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, വൈഫൈ അല്ലെങ്കിൽ വയർഡ് ആണെന്നുണ്ടെങ്കിൽ ഓരോ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. സോ നെറ്റ്വർക്ക് ലിങ്ക് ലെയർ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് നെറ്റ്വർക്ക് ലെയർ.
Second layer is network layer. Network layer is responsible for sending IP datagram from source network to destination network. ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ ഐ പി അഡ്രസ് ആഡ് ചെയ്യുന്നത് ഏത് ഐ പി അഡ്രസ്സിനാണ് ഇപ്പം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാകും ഇന്ന ഐ പി അഡ്രസ് യൂസ് ആണ് ഇന്ന സിസ്റ്റത്തിനകത്ത് നിന്നാണ് വന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഈവൻ ഇമെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിനകത്തേക്ക് നിങ്ങൾ എന്ത് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര എന്താ പറയുക എവിഡൻസ് ഉള്ള സാധനമാണ്. നിങ്ങൾ എവിടെ നിന്നാണ് അയച്ചതെന്നും ആരാണ് അയച്ചതെന്നും എപ്പോഴാണ് അയച്ചതെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആ ഒരു എവിഡൻസ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഐ പി അഡ്രസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓരോ മെഷീനും യൂണിക് ഐഡന്റിറ്റി ഉള്ളതാവുന്നത് ആക്ച്വലി ഐ പി അഡ്രസ് യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഐ പി അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ നെറ്റ്വർക്ക് ലെയറിനകത്താണ്. നെറ്റ്വർക്ക് ലെയർ പെർഫോംസ് ഈ ഹോസ്റ്റ് അഡ്രസ്സിംഗ് ആൻഡ് പാക്കറ്റ് റൂട്ടിംഗ്. രണ്ട് ഫംഗ്ഷൻ ആണ് ആക്ച്വലി അത് പെർഫോം ചെയ്യുന്നത്. ഒന്ന് ഹോസ്റ്റ് അഡ്രസ്. അപ്പോൾ നമ്മളെ പാക്കറ്റിനകത്തേക്ക് എന്ത് ആഡ് ചെയ്യും? ഹോസ്റ്റ് അഡ്രസ് എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്യും. ദെൻ പാക്കറ്റ് റൂട്ടിംഗ് എങ്ങനെയാണ് സോഴ്സിനകത്ത് നിന്ന് ഡെസ്റ്റിനേഷനകത്തേക്ക് സെൻഡ് ചെയ്യേണ്ടത്, എൻ്റെ പാക്കറ്റ് റൂട്ടിംഗ് എങ്ങനെയായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു നെറ്റ്വർക്ക് ലെയർ ആയിരിക്കും. അപ്പം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന IPv4 IPv6 എന്ന് പറഞ്ഞ രണ്ട് സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അധികം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് IPv4 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡാണ്. അത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഐ പി അഡ്രസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏതാണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഐ പി അഡ്രസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു സിസ്റ്റം നമ്മൾ നെറ്റ്വർക്കിനകത്ത് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് അതിന് ഐ പി അഡ്രസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓരോ നെറ്റ്വർക്കിനകത്തുള്ള ഓരോ സിസ്റ്റത്തിനും യൂണിക് ഐ പി അഡ്രസ് ആയിരിക്കണം. സെയിം ഐ പി അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഐ പി അഡ്രസ് കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പം നമ്മൾ ഐ പി അഡ്രസിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 198 കേട്ടിട്ടുണ്ടോ? 198. ഒരു എക്സാമ്പിൾ കാണിച്ചു ഇങ്ങനെ അത് ഉണ്ടാവാറ്. 198.168.250.236 എന്ന് പറഞ്ഞായിരിക്കും ഉണ്ടാവുക. ഇതാണ് ആക്ച്വലി ആ ഫോർമാറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ IP4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 32 ബിറ്റ് ഫോർമാറ്റ് ആയിരുന്നു. അപ്പം 32 ബിറ്റ് ഫോർമാറ്റ് ആയ സമയത്ത് 32 ബിറ്റ് ഫോർമാറ്റ് ആയിരുന്നു IPv4 എന്നുള്ളത്. അപ്പം നമ്മൾ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇന്റർനെറ്റിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫെസിലിറ്റി നമ്മൾ ഓരോ ദിവസം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്റർനെറ്റിനകത്തേക്ക് വരുന്ന ഡിവൈസസിന്റെ എണ്ണം ഡേ ബൈ ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു എക്സ്പാൻഷൻ അപ്പൊ ഇനിയും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സിന്റെ നമ്പർ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ഡിവൈസസിന് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 32 ബിറ്റ് എന്നുള്ള വാല്യൂ എന്താക്കണം? 64 ബിറ്റ് ആക്കേണ്ടി വരും. അപ്പം നെക്സ്റ്റ് നമ്മൾ പോയിരിക്കുന്നത് IPv6 എന്ന് പറഞ്ഞ 64 ബിറ്റ് അഡ്രസ്സിങ്ങിനകത്തേക്കാണ്. അതാണ് ആക്ച്വലി ഈ ഒരു ബിറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും IP അഡ്രസ് തന്നെയാണ്. അപ്പം ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് 32 ബിറ്റ് ആയിരുന്നു, 32 ആയിരുന്നു, 32 ബിറ്റ് ആണ്. ഇത് എന്തായിരുന്നു? 64 ബിറ്റ് ആയിരുന്നു. അപ്പൊ 34 ബിറ്റിന് എന്തുണ്ടാകും? നമുക്ക് ഡിവൈസസിനെ ഹാൻഡിൽ ചെയ്യാൻ 32 ബിറ്റ് വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2⁻32 അത്രയും നമ്പേഴ്സ്, യൂണിക് നമ്പേഴ്സിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ 2⁻64 എന്ന് പറഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് യൂണിക് ഡിവൈസസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർനെറ്റിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ആക്ച്വലി ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. IP6 എന്ന് പറഞ്ഞാൽ അതാണ് ആക്ച്വലി ഇതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഡെവലപ്ഡ് വേർഷൻ ആണ്. IP4ന്റെ ഡെവലപ്ഡ് വേർഷൻ ആണ് ആക്ച്വലി ഇത് IPv6 എന്ന് പറഞ്ഞാൽ. എനിവേ ഇറ്റ്സ് എ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾ. പിന്നെ അടുത്തൊരു പ്രോട്ടോകോൾ ആണ് ഇത് 6LoWPAN. ഇപ്പൊ IPv6 ഓവർ ലോ പവർ വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ആക്ച്വലി ഇതിനെ പറയുന്നത്. IPv6 ഓവർ ലോ പവർ വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇത് വയർലെസ് ആണ്, മറ്റത് വയർഡ് ആണെന്നുള്ള ഡിഫറൻസ് മാത്രമേ. രണ്ടും IEEE സ്റ്റാൻഡേർഡാണ്. 802. അതേപോലെ തന്നെയുള്ള IEEE സ്റ്റാൻഡേർഡാണ് ആക്ച്വലി ഇതും. Next layer is transport layer.
This layer provides functions such as error control, segmentation, flow control, and congestion control. So this layer protocol provides end-to-end message transfer capability independent of underlying network. ഇത് ആക്ച്വലി നമ്മൾ ഓരോ ലെയറിൻ്റെയും ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ലിങ്ക് ലെയറിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫിസിക്കൽ ഡാറ്റ എങ്ങനെ മീഡിയത്തിനകത്തേക്ക് സെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലെയറിനകത്താണ് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ഒരു ഹോസ്റ്റ് അഡ്രസ്സ്, അതായത് IP അഡ്രസ് അറ്റാച്ച് ചെയ്യുന്ന ഹോസ്റ്റിന് അഡ്രസ് അറ്റാച്ച് ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ അതിനകത്താണ് കണ്ടത്. ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? എറർ കൺട്രോൾ ആൻഡ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എറർ കൺട്രോൾ ആഡ് ചെയ്യും. പ്ലസ് അതേപോലെ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എറർ ഡിറ്റക്ഷൻസ് എന്ന് പറഞ്ഞ സാധനം ചെക്ക് ചെയ്ത് വെക്കും. സെൻഡ് ചെയ്യുന്ന ഡാറ്റ എറർ ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്ത് വെക്കും. പിന്നെ സെഗ്മെന്റേഷൻ, വലിയ ഇൻഫർമേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, സെഗ്മെന്റേഷൻ എന്ന് പറയുക. ദെൻ ഫ്ലോ കൺട്രോൾ, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത ഡാറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് പാക്കറ്റ് യൂസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. കൺജഷൻ കൺട്രോൾ, അതിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കണം, പിന്നെ എന്താ പറയുക, അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുക. അതൊക്കെയാണ് ആക്ച്വലി ഈ ട്രാൻസ്പോർട്ട് ലെയറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് TCP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ഈ രണ്ട് ആണ് ആക്ച്വലി എന്തിനകത്ത് യൂസ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നോർമലി ഈതർനെറ്റിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് TCP എന്ന് പറഞ്ഞാൽ. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും TCP/IP എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ഇറ്റ്സ് എ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ. UDP is a part of internet protocol suite referred to UDP/IP എന്നാണ് ഇതിന് പറയുക. Unlike TCP, it is unreliable and connectionless protocol. ഇത് connectionless protocol ആണ്, വയർഡ് അല്ല, വയർലെസ് പ്രോട്ടോകോൾ ആണ് ആക്ച്വലി ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത്. So there is no need to establish connection prior to data transfer. ഡാറ്റ ട്രാൻസ്ഫറിന് മുമ്പ് എന്തുണ്ടായിരിക്കണമെന്നില്ല, നമ്മൾ കണക്ട് ചെയ്യണമെന്നില്ല. അതായത് സാധാരണ നെറ്റ്വർക്കിന് അകത്ത് നമ്മൾ ഹോസ്റ്റും ഡെസ്റ്റിനേഷൻ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഡാറ്റ 1 by 1 ആയിട്ട് സെൻഡ് ചെയ്യുക. ഇവിടെ ഈ ഒരു ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോളിനകത്ത് നമുക്ക് എന്ത് വേണ്ട, ഈ കണക്ഷൻസിന്റെ ആവശ്യമില്ല. കണക്ഷന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാനില്ല പ്രൊവിഷൻ ഉണ്ട്. Transport layer protocol. And finally, application layer protocol. Application layer protocol defines how the application interface with the lower layer protocols and send over the network. ഇത് താഴെ ഇടയിലുള്ള നെറ്റ്വർക്കുമായിട്ട് പിന്നെ എങ്ങനെയാണ് അപ്ലിക്കേഷൻസ് നമ്മൾ ഇന്റർഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആക്ച്വലി ഈ ലെയർ കൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. Application layer protocol defines how applications interface with lower layer protocols to send over the network. നെറ്റ്വർക്കിലേക്ക് സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്മൾ ഇന്റർഫേസ് അപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഇന്റർഫേസ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ഈ ലെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. HTTP protocol, hypertext transfer protocol എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് one of the best example of application layer protocol. നമ്മളെ ലാപ്ടോപ്പിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു സെർവർ കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പിന്നെ സിസ്റ്റത്തിനകത്ത് നമ്മൾ HTTP എന്ത് ചെയ്യും, സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ആക്ച്വലി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോട്ടോക്കോളാണ്. നമുക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഹൈപ്പർ ടെക്സ്റ്റിനെ നമുക്ക് റിക്വസ്റ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ HTTP പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. ഫൈനലി യൂസറുമായിട്ട് ഇന്റർഫേസ് ഉള്ള അല്ലെങ്കിൽ യൂസറുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന പ്രോട്ടോകോളാണ് ആക്ച്വലി എന്ത് HTTP പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ലിങ്ക് ലെയർ പ്രോട്ടോകോളായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അത് ആക്ച്വലി എന്തുമായിട്ട് ഏറ്റവും അടുത്താണ്, മീഡിയ ആയിട്ട് ഏറ്റവും അടുത്തുള്ള പ്രോട്ടോകോളാണ് ആക്ച്വലി ലിങ്ക് ലെയർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. And another application layer protocol, constrained application protocol, അതാണ് COAP എന്ന് പറയുന്നത്, constrained application protocol. This is specialized internet application protocol for constrained device. ഇത് ആക്ച്വലി മൈക്രോ പ്രോസസ്സറും ഡിവൈസസും തമ്മിലൊക്കെ
8-bit മൈക്രോ കൺട്രോളറും ഡിവൈസസ് ഒക്കെ തമ്മിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഡിവൈസസും തമ്മിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ആക്ച്വലി ഈ ഒരു എന്ത് യൂസ് ചെയ്യുന്നത്, പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. കൺസ്ട്രെയിൻഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. കൺസ്ട്രെയിൻഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ. പിന്നെ വേറെയും കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. വെബ് സോക്കറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, വെബ് socket protocol enables two-way communication between a client running untrusted code is a controlled environment to a remote host. റിമോട്ട് ഹോസ്റ്റും ക്ലയൻറ്റും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളാണ് ആക്ച്വലി എന്ത് ഈ വെബ് സോക്കറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. പിന്നെ MQTT നമ്മൾ ലാസ്റ്റ് സെഷനകത്ത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്താണ് MQTT പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. IoT-ക്കകത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ് MQTT എന്ന് പറയുന്നത്. XMPP എക്സ്റ്റൻസിബിൾ മെസ്സേജിംഗ് ആൻഡ് പ്രസൻസ് പ്രോട്ടോകോൾ. XMPP പ്രോട്ടോകോൾ എന്നാണ്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആയിട്ടാണ് ആക്ച്വലി ഇത് യൂസ് ചെയ്യുന്നത്. DDS data distribution service protocol ആണ് actually. Next one is a middleware protocol and API standards for data centric connectivity from the object management group. ഇപ്പോൾ DDS പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാലും ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ MAQP എന്ന് പറഞ്ഞ പ്രോട്ടോകോളും എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എക്സാമ്പിൾ ആണ്, ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലത് വൈഫൈയിലാണെങ്കിൽ യൂസ് ചെയ്യുന്നെങ്കിൽ മറ്റത് വയർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഡിവൈസസ് ഏതാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ HTTP ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. IoT-ക്കകത്ത് ചിലപ്പോൾ നമ്മൾ MQTT ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇത് യൂസ് ചെയ്യുന്നുണ്ടാകും. എനിവേ ഫിസിക്കൽ ഡിസൈൻ എന്ന് പറയുന്നത്, ഫിസിക്കൽ ഡിസൈൻ ഓഫ് IoT എന്ന് പറയുന്ന സാധനം, ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഫിസിക്കൽ ഡിസൈനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഓർമ്മിച്ച് വെക്കാനുള്ളത്. ഒന്ന് ഡിവൈസ് പ്ലസ് നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടോകോൾ. അപ്പം ഡിവൈസും പ്രോട്ടോകോളും എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റിൽ ഫിസിക്കൽ ഡിസൈനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഡിവൈസസ് എന്താണെന്ന് നമുക്കറിയാം, ദെൻ പ്രോട്ടോകോൾസ് എന്താണെന്ന് അറിയാം. 4 ഡിഫറെൻറ്റ് ലെയർ ഓഫ് പ്രോട്ടോകോൾസ് നമുക്ക് അവൈലബിൾ ആണ്. ലിങ്ക് ലെയർ, application network layer, application layer, ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ പ്രോട്ടോകോൾസ്. അതായത് ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഈ 4 ലെയർ ഓഫ് പ്രോട്ടോകോൾസ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, IoT പ്രോട്ടോകോൾസിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ലിങ്ക് ലെയർ ആണ് ആക്ച്വലി ഇതുമായിട്ട് ഇതേപോലെ തന്നെ എവിടെ ഉണ്ടാവും, ക്ലയൻറ്റ് സൈഡിലും ഉണ്ടാകും. ഇവിടെയാണ് നമ്മൾ യൂസർ, ഈ ഒരു ഏരിയയിലായിരിക്കും യൂസ് ചെയ്യുക. യൂസർ, അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ടാകും, ഇവിടെ ഇങ്ങനെ എഴുതാം കുറച്ചുകൂടെ. യൂസർ, ഇവിടെ യൂസർ ഉണ്ടാകും. അപ്പോൾ യൂസർ ഒരു മിനിറ്റ്, ഇത് യൂസർ ആയിരിക്കും. യൂസർ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെന്ന് ഇരിക്കുക. ഫസ്റ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് യൂസർ ഇവിടെ അല്ലേ, സോറി ആപ്ലിക്കേഷൻ ലെയർ തന്നെയാണ്, സോറി യൂസർ ആപ്ലിക്കേഷൻ ലെയറിനകത്തേക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. യൂസർ എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്തായിരിക്കും, ഡിവൈസസ് ആയിരിക്കും. IoT-ന്റെ കേസിൽ അത് എന്തായിരിക്കും, ഡിവൈസ് ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് ലിങ്ക് ലെയർ ആണ് ആക്ച്വലി എന്ത്, കേബിളായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സാധനം. അപ്പോൾ ഫിസിക്കൽ കേബിൾ എന്ന് പറയുന്ന സാധനം ആക്ച്വലി അതുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാധനം എന്തായിരിക്കും, ലിങ്ക് ലെയർ ആയിരിക്കും. ലിങ്ക് ലെയർ അവിടുന്ന് അഗെയിൻ ഈ ഹോസ്റ്റ് മെഷീനകത്തേക്കുള്ള ലിങ്ക് ലെയർ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ അതേപോലെ തന്നെ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ദെൻ ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസറിന് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ആക്ച്വലി ഡിഫറെൻറ്റ് ലെയർ ഓഫ് പ്രോട്ടോകോൾസ് എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.